ചെറുപ്പകാലത്ത് തന്നെ വടക്കേ ഇന്ത്യയിലേക്ക് മിഷണറി പ്രവർത്തനങ്ങൾക്കായി സമർപ്പണത്തോടെ കടന്നുപോയ തിരുവനന്തപുരം നിവാസിയായ ജോസിഫസ് എന്ന യുവാവിൻ്റെ അനുഭവ സാക്ഷ്യമാണ് സാക്ഷ്യകൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. പരിശുദ്ധാത്മാവ് ഹൃദയാന്തർഭാഗത്ത് നൽകിയ ആത്മഭാരം ഈ വ്യക്തിയുടെ ജീവിതരേഖയെ മാറ്റിയെഴുതി. തീവ്രമായ ജീവിതാനുഭവങ്ങൾ കൈമുതലായി മാറിയ ജോസിഫസിന് പറയുവാനുള്ളത് അത്യുജ്വലമായി പ്രശോഭിക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഞാനൊരു പാസ്റ്ററുടെ ഫാമിലിയിൽ ജനിക്കുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. ഞാൻ ചെറുപ്പകാലത്തിൽ നടന്ന ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 5 വയസ്സായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു അസുഖം പിടിപെട്ടു. അങ്ങനെ എൻ്റെ ബന്ധുമിത്രാദികളും എൻ്റെ ഫാദറും മദറും അവരെല്ലാവരും എന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ആ രോഗം ഒത്തിരി മൂർച്ഛിച്ചു, വല്ലാത്തൊരവസ്ഥയായി, ഏകദേശം മരിക്കുന്നൊരവസ്ഥയിൽ അകപ്പെട്ടു. എൻ്റെ അപ്പൂപ്പൻ ശരിക്കും പറഞ്ഞാൽ എന്നെ അടക്കാൻ വേണ്ടി ശവപ്പെട്ടി വാങ്ങാനുള്ള പൈസയുമായിട്ടാണ് എൻ്റെ അപ്പൂപ്പൻ വന്നതെന്നാണ് എൻ്റെ ബന്ധുമിത്രാർ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ അകപ്പെടുകയും ആ സമയത്ത് എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കുകയും ചെയ്തു. അത് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്. ആ സമയം മുതലേ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയൊരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ്. ഞാനൊരു പാസ്റ്ററിൻ്റെ ഫാമിലിയിൽ ജനിക്കുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അതിനുശേഷം ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലൊരു ഇന്ത്യൻ മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു മാഗസിൻ വരും. അപ്പോൾ അതിനകത്ത് നോർത്ത് ഇന്ത്യയിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളും ആൾക്കാർ ഒരിക്കലും സുവിശേഷം കേട്ടില്ലാത്ത ആൾക്കാർ ദൈവത്തെ അറിയുകയും ഒത്തിരി മിഷണറീസ് അവിടെ ഇടയിൽ പോയി കഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങളിങ്ങനെ കാണുവാനിടയായിത്തീർന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ബേർഡൻ, അങ്ങനെ ഒരു ഭാരം, ഒരു ആത്മീയ ഭാരം എനിക്ക് നൽകുവാനിടയായി തീർന്നു. ആ സമയം മുതലേ ഞാനിങ്ങനെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. എവിടെയെല്ലാം നോർത്ത് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അവിടെ ഒത്തിരി ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒത്തിരി ആൾക്കാർ പല സ്ഥലങ്ങളിൽ താമസിക്കുന്നതായിട്ടൊക്കെ എനിക്ക് മനസ്സിലാകാൻ ഇടയായിത്തീർന്നു. ആ സമയം മുതലേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാനും നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനത്തിന് എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കാനിടയായിത്തീർന്നു. പക്ഷേ ഞാനിങ്ങനെ എൻ്റെ ജീവിതം പിന്നീട് എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടും ഞാനിങ്ങനെ വിദ്യാഭ്യാസത്തിന് ശേഷം പതുക്കെ ഈ ഒരു ആത്മഭാരത്തിൽ നിന്നും ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ പതുക്കെ മാറാൻ തുടങ്ങി. ഞാനൊരു യൂത്ത് കാലയളവിൽ, എൻ്റെ ഒരു യൂത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്നിങ്ങനെ മാറുവാനിടയായിത്തീർന്നു. പിന്നെ സുവിശേഷ പ്രവർത്തനത്തിനോ ഈ ആത്മീയ കാര്യങ്ങളിലൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളായി തീരുവാനിടയായിത്തീർന്നു. ആ സമയത്ത് എൻ്റെ 2 കൂട്ടുകാരന്മാർ ആക്സിഡൻറ്റിൽ ഇടയായിത്തീർന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, ഞാൻ ഒരു ദിവസം മരണപ്പെടും. എന്തായാലും യേശു ക്രിസ്തുവിനെ പറ്റിയും സുവിശേഷത്തെ പറ്റിയും ബൈബിളിനെ പറ്റിയും ഒരു സ്വർഗരാജ്യമുണ്ടെന്നും നരകമുണ്ടെന്നും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ദൈവത്തോടുള്ള ആ രക്ഷയായി ബന്ധപ്പെട്ട് നമ്മൾ യേശു ക്രിസ്തുവിലൂടെ രക്ഷയിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ പോകാനെന്നുള്ള കാര്യമെല്ലാം എനിക്കറിയാമായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, ഞാനും സ്വർഗരാജ്യത്തിൽ പോയി കഴിഞ്ഞാൽ, ദൈവം മുൻപാകെ നിന്ന് കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും? ദൈവം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാനൊരു പാസ്റ്റർ മകനായിട്ട് ജനിക്കാൻ ഇടയായി തീർന്നു, എന്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി? അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനം എന്തുകൊണ്ട് ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി? അങ്ങനെ ഒരു വലിയൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുവാനിടയായി തീർന്നു. അങ്ങനെ ആ ഒരു വല്ലാത്തൊരു അനുഭവം ഞാൻ വീണ്ടും സുവിശേഷ പ്രവർത്തനം തീരുമാനം എടുക്കുന്നത് വരെ എൻ്റെ ജീവിതത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് വീണ്ടും സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി തീരുമാനിച്ചു. എൻ്റെ 21ാമത്തെ വയസ്സിൽ എൻ്റെ തിയോളജിക്കൽ സ്റ്റഡീസിന് ശേഷം എനിക്ക് നോർത്ത് ഇന്ത്യയിലോട്ട് കടന്നു പോകാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോണ സമയത്ത് എനിക്ക് ഭാഷ നന്നായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്നെ ദൈവം നല്ലതുപോലെ ഹിന്ദി കൈകാര്യം ചെയ്യുവാൻ എന്നെ പഠിപ്പിച്ചു. ഞാൻ ആദ്യത്തെ 11 വർഷം ഔട്ട്റീച്ച് ഡിപ്പാർട്ട്മെൻറ്റിനകത്തായിരുന്നു. അതായത് ഒരിക്കലും സുവിശേഷം കേട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പറയുന്ന ഒരു ടീമിനകത്തായി തീർന്നു. ഞാൻ ജസ്റ്റ് അവിടുത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോഴും ഈ സമയവും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മനുഷ്യനെ ബലി കൊടുക്കുന്ന സ്ഥലത്ത് എൻ്റെ ഈ കാല് ചവിട്ടി ഞാൻ പോയിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ബലി കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്.
അപ്പോൾ അത്രയും നീചത്വമുള്ള അന്ധവിശ്വാസങ്ങളുള്ള ഗ്രാമങ്ങളാണ്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ കുളിപ്പിക്കുന്ന വെള്ളം ഈ ഗ്രാമക്കാർ സൂക്ഷിച്ചു വെച്ചിരിക്കും. അപ്പോൾ അവരുടെ ഒരു വിശ്വാസമാണ്, ആരെങ്കിലും ഈ വെള്ളം ഗസ്റ്റായിട്ട് വരുന്നവർക്ക് ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടും, അവർക്ക് സാൽവേഷൻ കിട്ടും, അവർക്ക് രക്ഷ കിട്ടും. ഇതൊക്കെയാണ് അവിടുത്തെ അന്ധവിശ്വാസം. നമുക്കറിയാം, ഈ 6 മാസം 3 മാസത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ വിതയ്ക്കാറുണ്ട്, വിത്ത് വിതയ്ക്കാറുണ്ട്. ആ സമയത്ത് ഈ ഉൾഗ്രാമത്തിനകത്തുള്ള പല ഗോത്രവർഗ്ഗക്കാരുടെയും അവരുടെയും ഒരു വിശ്വാസമാണ്, ആരുടെയെങ്കിലും ബ്ലഡിൽ ഈ വിത്ത് കുതിർത്ത് വിതച്ചു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടും. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഈ വിതപ്പിൻ്റെ സമയത്ത് ഒത്തിരി പാവപ്പെട്ട ആൾക്കാരെ കൊല്ലുകയും അവരുടെ ബ്ലഡിനകത്ത് ഈ വിത്ത് കുതിർത്ത് വിതയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഫലം കിട്ടാൻ വേണ്ടി. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ സ്ഥലത്ത് അതിനകത്ത് ഉൾഗ്രാമങ്ങളിൽ പോകുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം സുവിശേഷം ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ ഞങ്ങൾ അകപ്പെടുവാനിടയിൽ തീർന്നു. പ്രത്യേകിച്ച് നക്സലേറ്റുകാർ, അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു വരുവാനിടയെത്തുന്നു. ഒത്തിരി പ്രാവശ്യം നമ്മൾ അവരുടെ ഇടയിൽ അകപ്പെട്ടു. അവിടെ നിന്നൊക്കെ ദൈവം ഞങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ ഉൾഗ്രാമത്തിനകത്ത് ചെന്നു. ഇപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സുവിശേഷീകരണം മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ പോയ സമയത്ത് വണ്ടിയോടെ കത്തിക്കാൻ വേണ്ടി ആൾക്കാർ കാത്തിരുന്നിടത്തുനിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിനകത്ത് നിന്ന് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. നമ്മൾ അവിടെ നിന്ന് ഒത്തിരി ഉൾക്കാട് വഴി നമ്മുടെ വണ്ടി ഓടി, നമ്മുടെ വാഹനം ഓടി നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നു. തിരിച്ച് ഞങ്ങളവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, വണ്ടിയോടെ കത്തിക്കാൻ വേണ്ടി അവർ പെട്രോളെല്ലാം സെറ്റ് ചെയ്ത് നമ്മളെ വണ്ടി കത്തിക്കാനും ഞങ്ങളെ അടിച്ച് കൊല്ലുവാനും വേണ്ടി കാത്തിരുന്നിടത്തുനിന്ന് രക്ഷപ്പെട്ട ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയുടെ ഒരു ഉൾഗ്രാമങ്ങളും ഒരിക്കലും സുവിശേഷം കേട്ടില്ലാത്ത ഗ്രാമങ്ങൾ, ഞാൻ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരിക്കലും സുവിശേഷം കേട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ പോയിട്ട് എൻ്റെ ഈ കാല് ചവിട്ടണം. അത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവം ഒത്തിരി ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി. ഞങ്ങളിപ്പം ഏകദേശം 22 വർഷം കഴിഞ്ഞു, 21-22 വർഷം കഴിഞ്ഞു ഞാൻ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല തുടങ്ങിയിട്ട്. ആദ്യത്തെ 11 വർഷം ഞാൻ ഔട്ട്റീച്ച് ഡിപ്പാർട്ട്മെൻറ്റിനകത്തായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ ഓടിയ സ്ഥലങ്ങളെല്ലാം, ഞങ്ങൾ ആ സമയത്ത് ഓടിയ ഗ്രാമങ്ങളിലെല്ലാം ഇപ്പോൾ പല ഗ്രാമങ്ങളിനകത്തും ചർച്ചുകളുണ്ട്. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ചർച്ചുകളുണ്ട്. ഇപ്പോൾ പല ഗ്രാമങ്ങളിനകത്തും സുവിശേഷം എത്തിച്ചേർന്നു. നമ്മളെവിടെയെല്ലാം വണ്ടികളുമായിട്ട് പോയോ, എവിടെയെല്ലാം നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ നടത്തുകയും ആൾക്കാരെ റീച്ച് ചെയ്യുകയും ചെയ്തോ, അവിടെയെല്ലാം ആൾക്കാർ ദൈവത്തെ മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. അത് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനയോട് ദൈവം എന്നെ വിളിച്ചു. അങ്ങനെ പോയി. ഞാനിപ്പം ഏകദേശം 10 വർഷം കൊണ്ട് യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ മിഷൻ ടീമിൻ്റെ യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. മെയിൻലി ദൈവത്തെ പേഴ്സണലായിട്ട് മനസ്സിലാക്കുവാനുള്ള ഒരു വലിയൊരു കൃപ ദൈവം എനിക്ക് തന്നു. എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ അനുഭവം ഓൾറെഡി ഞാൻ പങ്കുവച്ചതാണ്. ആ സമയം മുതലേ ദൈവത്തെ മനസ്സിലാക്കാനുള്ളൊരു സമയം ദൈവം എനിക്കൊരു വലിയൊരു അനുഭവം തന്നു. ഒരു യൂത്തായ സമയത്ത് ഒരിക്കലും സുവിശേഷ പ്രവർത്തനം ചെയ്യുവാനോ ദൈവമായിട്ട് ബന്ധം സ്ഥാപിച്ച് ദൈവ വഴിയിലും വിശ്വാസത്തിലും പോകുവാനോ ഇഷ്ടമില്ലാതെ ഇരുന്ന ഒരു സമയത്തും ദൈവം എന്നോട് കൂടെ ഇരുന്നു. ആ ദൈവത്തെ പിൻപറ്റുവാൻ, ആ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനെ മനസ്സിലാക്കുവാനും ആരാധിക്കുന്നത് കാണാനും ജനങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നതും ഈ ചർച്ചിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നതും എൻ്റെ പപ്പയുടെ പ്രസംഗങ്ങളും ഇതെല്ലാം ഞങ്ങൾ കണ്ടു വളർന്നു വന്നു. പക്ഷേ വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ട് അടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു. കാരണം രക്ഷ എന്നുള്ളത് വ്യക്തിപരമാണ്. ചെറുതിലെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്കറിയാം പപ്പ നല്ലൊരു നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ എൻ്റെയും ചിന്ത ഇതായിരുന്നു, പപ്പ സ്വർഗത്തിലോട്ട് പോകുന്ന സമയത്ത് പപ്പയുടെ കാല് പിടിച്ച് എനിക്കും പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ രക്ഷ ശരിക്കും പറഞ്ഞാൽ അത് വ്യക്തിപരമാണ്. അത് നമ്മൾ വ്യക്തിപരമായി ദൈവമായിട്ടുള്ള എന്നുള്ള സംഭവം എനിക്ക് ചെറുപ്പത്തിൽ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത പപ്പ സ്വർഗത്തിൽ പോകുന്ന സമയത്ത് പപ്പയുടെ കാല് പിടിച്ച് എനിക്ക് പോകാൻ പറ്റുമെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഒരു 3 വർഷത്തിന് മുമ്പ് പപ്പ ഞങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ സ്വർഗത്തിലോട്ട് കടന്നുപോയി. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാനിത് പറയാൻ കാരണം,
വ്യക്തിപരമായ രക്ഷ കൈപ്പറ്റുവാൻ ഈ യേശുവിനെ സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത്. പക്ഷേ ഇത് പതുക്കെ പതുക്കെ വളർന്നു വരുന്ന സമയമായപ്പോൾ എനിക്ക് മനസ്സിലായി രക്ഷ വ്യക്തിപരമാണ്. അതിനുശേഷം ഞാൻ യൂത്തിലോട്ട് കടന്നു പോണ സമയത്ത് എൻ്റെ കൂട്ടുകാരന്മാർ മുഖാന്തരവും ഞാൻ പതുക്കെ പതുക്കെ ദൈവത്തിൽ നിന്ന് മാറിപ്പോവാനിടയായിത്തീർന്നു. അതിനുശേഷം ഇങ്ങനെ ചിന്തിച്ചു, ഒരേ ഒരു ലൈഫേ ഉള്ളൂ, ഇങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ യോഹന്നാൻ 1:12 പറഞ്ഞിരിക്കുന്ന പോലെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ആ ഒരു വചനം എന്നെ ഭയങ്കരമായി ചിന്തിച്ചു. അതായത് ഈ ലോകത്തിലുള്ള ആരായാലും യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ദൈവമക്കളാകാനുള്ള, അതായത് ഈ സർവത്തെ സൃഷ്ടിച്ചവനായ ആ സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അവകാശം ദൈവം കൊടുത്തിരിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം. അപ്പോൾ ആ ഒരു വാക്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അതായത് ഈ സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളാകുവാൻ, ഈ ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാകുവാൻ ഒരു കാര്യമേ ഉള്ളൂ, യേശുവിനെ കൈക്കൊള്ളുക, യേശുവിനെ വിശ്വസിക്കുക. ആ ഒറ്റ ഒരു വഴി. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. അതേപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10:9 വാക്യം എഴുതിയിട്ടുണ്ട്. നമ്മൾ വായ് കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഈ വാക്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പപ്പ വേറൊരു വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു. പപ്പ ദൈവമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പപ്പ ഒരു പാസ്റ്ററാണ്, ഒരു ചർച്ചിൽ ലീഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാനൊരു പാസ്റ്റർ മോനായിട്ട് ജനിച്ചെങ്കിലും ആ ദൈവത്തെ മനസ്സിലാക്കുവാൻ ഞാൻ ഒത്തിരി വൈകിപ്പോയി. ആ ദൈവമായിട്ടുള്ളൊരു പേഴ്സണൽ ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ ഒത്തിരി വൈകിപ്പോയി. അങ്ങനെ ഈ 2 വാക്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. അതായത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അതേപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10:9 വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നമ്മൾ വായ് കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതായത് യേശു ക്രിസ്തുവിലുള്ള ആ രക്ഷ കറക്റ്റായിട്ട് മനസ്സിലാക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതായത് നമ്മൾ ഈ ഭൂമിയിൽ, ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഈ ഭൂമിയിൽ ഒരു പാപിയായി ജനിച്ചു, നമ്മൾ പാപത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എങ്ങനെ നമുക്ക് ഈ പാപത്തിൽ നിന്ന് ഒരു രക്ഷ കിട്ടും? ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ചിന്ത ഉണ്ടാക്കിയെടുത്തു. കാരണം എൻ്റെ കൂട്ടുകാരുടെ നഖത്തു നിന്നെല്ലാം ഞാൻ കേൾക്കുന്നത് പല മതങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. യഥാർത്ഥ ആ രക്ഷ നമുക്ക് എങ്ങനെ കൈപ്പറ്റാം, എങ്ങനെ നമുക്ക് സ്വീകരിക്കാമെന്നിങ്ങനെ ഒത്തിരി ചിന്തകൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതുപോലെ തന്നെ എങ്ങനെ വചനം കേട്ടിട്ടുണ്ട്, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇതൊക്കെ ഈ വാക്യങ്ങളെല്ലാം എന്നെ ചിന്തിപ്പിച്ചു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി. അതായത് ഈ സാധാരണ മനുഷ്യർക്ക് സ്വർഗത്തിലോട്ട് പോകുവാൻ, ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനുള്ള ഒരു വഴി യേശുവാണ്. അത് സത്യമാണ്, അത് ജീവനാണ്. അതായത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ്, ഞങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നുവെങ്കിലും ഇനിയൊരു ജീവനുണ്ട്, ഇനിയൊരു നിത്യജീവനുണ്ടെന്നും അപ്പോൾ ആ യേശുവായിട്ടുള്ളൊരു വലിയൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും ദൈവം എന്നെ സഹായിച്ചു. ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുകയും ഒത്തിരി വചനങ്ങൾ കേൾക്കുകയും അതിലൂടെ ഈ ബൈബിൾ പഠിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്തപ്പോൾ അതിനകത്തുനിന്നുള്ള ഈ വചനങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ആ വചനങ്ങൾ മുഖാന്തരമാണ് എനിക്ക് യേശുവായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചത്. എൻ്റെ കൂട്ടുകാരന്മാരുടെ മരണം മുഖാന്തരമാണ് ഞാൻ വീണ്ടും ഈ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ ഇടയായി തീർന്നത്. അതായത് എൻ്റെ മനസ്സിൽ ചെറുതിലെ ഉള്ള ആഗ്രഹമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ പോയി സുവിശേഷം പറയണം, യേശു ക്രിസ്തുവിനെ പറ്റി പറയണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പതുക്കെ യൗവന കാലഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ പല ചിന്തകളും പല കാര്യങ്ങളും, ഞാനൊരു പാസ്റ്റർ മോനായിരുന്നിട്ട് പോലും പല കാര്യങ്ങളും ഈ ലോകത്തിലെ പല സാത്താന്യ പ്രവൃത്തികളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പാപങ്ങളും പല ചിന്തകളും എന്നെ അവിടെ നിന്ന് യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന്, അതായത് ദൈവ സന്നിധിയിൽ നിന്ന് എന്നെ മാറ്റുവാനിടയായി തീർന്നു. അപ്പോൾ അവിടെ നിന്നെല്ലാം തിരിച്ചു വരാനുള്ള മെയിൻ കാരണം ഈ കൂട്ടുകാരുടെ മരണം മുഖാന്തരമായിരുന്നു. ആ സമയത്താണ് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത്, ഞാനും ഒരു ദിവസം മരിക്കും,
ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ദൈവം ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? കാരണം ഇതെല്ലാം അറിയുന്ന, വചനം പഠിപ്പിക്കുന്ന, വചനം പ്രസംഗിക്കുന്ന, നല്ലപോലെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ക്രിസ്തീയ കുടുംബത്തിനകത്തും പ്രത്യേകിച്ച് ഒരു പാസ്റ്ററിൻ്റെ ഫാമിലിയിലും ജനിച്ചിട്ട് ഈ യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കുവാൻ ഒത്തിരി സമയമെടുത്തു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ യഥാർത്ഥമായി ദൈവത്തെ മനസ്സിലാക്കുവാൻ, വ്യക്തിപരമായി ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടപ്പാൻ, ആ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ, മറ്റുള്ളവർക്ക് നമ്മൾ അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ വീണ്ടും നോർത്ത് ഇന്ത്യയുടെ പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുകയാണ്. നോർത്ത് ഇന്ത്യയുടെ ചിന്തകളെന്ന് പറഞ്ഞാൽ ഒത്തിരി അന്ധവിശ്വാസങ്ങളും ഒത്തിരി പ്രശ്നങ്ങളുള്ള ആ ഏരിയയിൽ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാൻ കഴിയും. ജനങ്ങൾ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഒരിക്കലും വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരാണ് കൂടുതലും. അതുകൊണ്ട് അവരുടെ ആ ഒരു അന്ധവിശ്വാസത്തിനകത്തുനിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ വേറെ ഒരു വഴിയുമില്ല. യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞെന്നുള്ളതും, ആ പോയ സ്ഥലങ്ങളിലെല്ലാം വലിയൊരു മാറ്റം, ഇപ്പം നമ്മളെവിടെയെല്ലാം സുവിശേഷം എത്തിയോ അവിടെയെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർന്നു. അവിടെ സ്കൂളുകളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നമ്മൾ അവിടെ പോയി കാല് ചവിട്ടിയതിന് ശേഷം അവിടെ സ്കൂളുകൾ വരാനിടയായി തീർന്നു, അവിടെ ഹോസ്പിറ്റലുകൾ വരുവാനിടയായി തീർന്നു, ജനങ്ങൾ കാര്യങ്ങൾ പഠിക്കാനിടയായി തീർന്നു, അവർ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനിടയായി തീർന്നു. ഞങ്ങൾ പോണ സമയത്തൊക്കെ നല്ല വസ്ത്രങ്ങളില്ല, പാവപ്പെട്ട ആൾക്കാർ നല്ല ആഹാരമില്ല, ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരമായിരിക്കും അവർ കഴിക്കുന്നത്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാട് സഹിക്കുന്ന, ഒത്തിരി അന്ധവിശ്വാസങ്ങളുള്ള ആ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിനകത്ത് സുവിശേഷം എവിടെയെല്ലാം എത്തിച്ചേർന്നുവോ അവിടെയെല്ലാം വലിയ മാറ്റങ്ങളെ കാണുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് സുവിശേഷത്തിന് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ആരെങ്കിലും കേൾക്കുന്നവർ ഈ ദൈവത്തെ അറിഞ്ഞുകൂടെങ്കിൽ, അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ ആ ഒരു ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ ദൈവത്തോട് അടുത്ത് ചെന്ന്, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ദൈവത്തോട് അടുത്ത് ചെല്ലണമെന്നാണ്. ഈ ഭൂമിയിൽ ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നതും അതാണ്. ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ, യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഞങ്ങൾ ഒറീസയിലായിരുന്ന സമയത്ത് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉള്ളിൽ പോകണം. ഉള്ളിൽ പോയിട്ട് നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് ഒരു ഡാമുണ്ട്. ഒരു ഡാം അതിനെ ക്രോസ് ചെയ്ത് അത് ഏകദേശം 45 മിനിറ്റിൽ കൂടുതൽ എടുക്കും. അത് തുഴഞ്ഞേ പോകാൻ പറ്റും ആ സമയത്ത്, ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഈ ഡാം നമ്മൾ പാസ് ചെയ്ത് അപ്പുറത്തിറങ്ങിയിട്ട് വീണ്ടും 7 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു ട്രൈബൽ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ സുവിശേഷം എത്തിക്കണമെന്നുള്ള ഒരു വിചാരത്തോടുകൂടി ഞങ്ങളൊരു ടീമായിട്ട് കടന്നു പോകുന്ന സമയത്ത് ഈ വണ്ടി 30 കിലോമീറ്റർ പോയി അവിടെ ഇട്ടതിന് ശേഷം ഞങ്ങൾ നടന്ന് ഈ ഡാമിൻ്റെ അടുത്ത് വന്നു. അവിടെ നമുക്ക് വള്ളത്തിൽ ഇതിൻ്റെ അക്കരക്കരയിൽ പോകണം. അവിടെ നിന്ന് വീണ്ടും 7 കിലോമീറ്റർ നടന്നാലേ നമ്മൾ അവിടെ എത്തിച്ചേരൂ. അപ്പോൾ നമ്മൾ ഈ വള്ളത്തിനകത്ത് കയറി. അപ്പോൾ നമ്മൾ അവിടെ ഒരു എയ്ഡ്സിൻ്റെ അവയർനെസ് പ്രോഗ്രാമായിട്ടാണ് പോകുന്നത്. കാരണം ഒത്തിരി ആൾക്കാർ എയ്ഡ്സ് പിടിക്കുകയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട്, മാരകമായ അസുഖങ്ങൾ പിടിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഡ്രാമ ചെയ്യാൻ വേണ്ടി 2 കൊച്ചു കുഞ്ഞുങ്ങളുമുണ്ട് ഈ വള്ളത്തിനകത്ത്. ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഏകദേശം ഈ ഡാമിൻ്റെ നടുക്കെത്തിയ സമയത്ത് പെട്ടെന്നൊരു കൊടുങ്കാറ്റും മഴയും വന്നു. അപ്പോൾ സമയത്ത് എൻ്റെ മനസ്സിലിരിക്കുന്നത് അത്യാവശ്യം നീന്തൽ അറിയാവുന്നത് കൊണ്ട് ഈ വള്ളത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു സാധാരണ ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യൻ എണീറ്റ് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾ ഈ സുവിശേഷം എത്തിക്കാൻ വേണ്ടി ഞങ്ങളൊരു സ്ഥലത്തോട്ട് പോവുക, അതുകൊണ്ട് ഇതിനകത്തൊരു പ്രശ്നം വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അങ്ങ് മാറാനിടയായി തീർന്ന് ഞങ്ങൾ അപ്പർ സൈഡിലെത്തി. ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം അവിടെ കറണ്ടൊന്നുമില്ല. അപ്പോൾ ഈ സോളാറിൻ്റെ പാനൽ വഴിയാണ് കറണ്ട് എടുക്കുന്നത്. അവിടെയും വലിയൊരു ദൈവപ്രവൃത്തി കാണാനിടയായി തീർന്നു. പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ സൂര്യനെ മറിഞ്ഞുകൊണ്ട് ഈ മേഘഭാഗങ്ങൾ ഇങ്ങനെ പോകും. അപ്പോൾ വീണ്ടും നമ്മൾ ഇടുന്ന പാട്ടൊക്കെ ഇങ്ങനെ സ്ലോ ആവാൻ തുടങ്ങി. പിന്നെ ആ മനുഷ്യൻ്റെ വലിയൊരു പ്രാർത്ഥന, കർത്താവേ, ഞങ്ങളിവിടെ വന്നു, ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് കുറേ സമയം സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കാൻ കണ്ടത്, അന്ന് ആദ്യമായിട്ടാണ്. തിരിച്ച് വരുന്ന സമയത്തും ഈ വലിയൊരു കൊടുങ്കാറ്റും പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ടു. പക്ഷേ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷമാണ് കാര്യം അറിയുന്നത്, ഈ യാത്രമധ്യേ ഏകദേശം 100-ൽ കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അവിടുത്തെ ഗ്രാമവാസികൾ. കാരണം ഇതാണ്,
അഥവാ ഈ വള്ളം മറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നീന്തി രക്ഷപ്പെടാൻ പറ്റില്ല. മൊത്തം ചീങ്കണ്ണിയും ഈ മുതലൊക്കെ ഉള്ള സ്ഥലമാണത്. അങ്ങനെ ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതും ആരെങ്കിലും നീന്തി രക്ഷപ്പെട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ആ കാട്ടിനകത്തുനിന്ന് പ്രത്യേക പാമ്പുകളുണ്ട്. അത് മനുഷ്യൻ്റെ കണ്ണ് കൊത്തിപ്പറിക്കുന്ന പാമ്പുകളാണെന്നാണ് ഉള്ള ആൾക്കാർ പറയുന്നത്. ഈ 100-ൽ കൂടുതൽ ആൾക്കാർ അവിടെ മരിക്കാനും കാരണം ഇതാണ്. ഈ വെള്ളത്തിലൂടെ ഈ പ്രത്യേകതരം പാമ്പ് വന്ന് ഈ യാത്ര ചെയ്യുന്ന ആൾക്കാരെ കൊത്തി അങ്ങനെ വള്ളം മറിഞ്ഞ് ഒത്തിരി ആൾക്കാർ മരിച്ചു. അപ്പോൾ അതൊരു വലിയൊരു അവിടുത്തെ ആൾക്കാർ നമ്മളൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു വലിയൊരു സത്യം മനസ്സിലായത്. ദൈവം അവിടെയും നമ്മളെ അത്ഭുതമായി സൂക്ഷിച്ചു. കാരണം വലിയൊരു ആപത്തിൽ നിന്നാണ് ദൈവം നമ്മളെ സൂക്ഷിച്ചത്. ഞാൻ ജസ്റ്റ് നോർത്ത് ഇന്ത്യയിലൊരു ഒരു സംഭവം നിങ്ങളായിട്ട് പങ്കിട്ടെന്നേ ഉള്ളൂ. പറയാനുള്ള കാരണം, ഇത്രയും കഷ്ടപ്പെട്ടും ഒരിക്കലും സുവിശേഷം കേട്ടാത്ത ഗ്രാമങ്ങളിലും ഇവിടെയെല്ലാം ജനങ്ങൾ ദൈവത്തെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവർ പാപത്തിൽ അകപ്പെട്ട് നരകത്തിലോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരെ ദൈവത്തിലേക്ക് നയിക്കുവാൻ കേരളത്തിൽ നിന്നും ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നെല്ലാം സുവിശേഷ പ്രവർത്തകരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. സഞ്ചരിച്ച അനേക ഗ്രാമങ്ങൾ, വിദ്യാഭ്യാസമോ സംസ്കാരമോ അടുത്തറിഞ്ഞിട്ടില്ലാത്ത അനേകം വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങൾ, ഇവിടെയെല്ലാം ജോസിഫസിൻ്റെ പാദങ്ങൾ സ്പർശിച്ചു. അനേക യുവജനങ്ങൾക്ക് ധാർമ്മിക പാത കാട്ടിക്കൊടുക്കുന്ന ഒരു മിഷണറിയായി ഇദ്ദേഹത്തെ ദൈവം രൂപാന്തരപ്പെടുത്തി. ഈ വീഡിയോയിലൂടെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും, ഞാൻ പല ടെസ്റ്റിമണീസ് എൻ്റെ ജീവിതത്തിലുള്ളത് പറഞ്ഞു. ചെറുതിലെ ദൈവം അത്ഭുതകരമായ ഒരു വലിയൊരു അസുഖത്തിൽ നിന്ന് എന്നെ ദൈവം വിടുവിച്ചതായിട്ട് ഞാൻ പറഞ്ഞു. കാരണം അത് ഏകദേശം മരിച്ചെന്ന് അവർ ബന്ധുക്കൾ എൻ്റെ അടുത്ത് പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം ആ ഒരു മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചതും അതിനുശേഷം ദൈവത്തെ വ്യക്തിപരമായി മനസ്സിലാക്കാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു. അതുകൊണ്ട് ഇന്നും വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാനും സുവിശേഷ പ്രവർത്തനത്തിന് നോർത്ത് ഇന്ത്യയിൽ എവിടെയും ദൈവത്തിന് വേണ്ടി നിൽക്കുവാനും ദൈവം എന്നെ സഹായിക്കുന്നു. ഞാനും ഏകദേശം 3 പ്രാവശ്യം രക്തസാക്ഷിയായി മരിക്കാൻ വേണ്ടി തയ്യാറെടുത്താണ് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനത്തിനായിരിക്കുന്നത്. കാരണം എപ്പോൾ എന്തും സംഭവിക്കാം, അങ്ങനെയുള്ള ഒരു ഭീകര അന്തരീക്ഷമാണ് നോർത്ത് ഇന്ത്യയിൽ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളൊരു ദൈവമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കട്ടെ. ആരെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്നെ ജീവനോടെ കൊണ്ടുവന്ന ആ ദൈവം, വലിയ മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവനായ ദൈവം, നിങ്ങളുടെ സകല അസുഖങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കട്ടെ. കാരണം ഈ സർവ്വത്തെയും സൃഷ്ടിച്ചവനായ ദൈവം സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ആ ദൈവം ആദ്യനും അന്ത്യനും, അതായത് ദൈവത്തിന് സകലതും അറിയാം നമ്മളെക്കുറിച്ച്. അങ്ങനെ ആ ദൈവം നിങ്ങളെ സമൃദ്ധിയായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോസിഫസിൻ്റെ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിക്കും ക്രിസ്തു നൽകുന്ന രൂപാന്തര കഥകളുടെ വെളിച്ചം അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഈ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് എന്നും പ്രചോദനം നൽകട്ടെ. യേശു എന്നെ അനുദിനം നടത്തിടും